മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. മൂർക്കനാട് സുബുലുസ്സലാം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി മുബീൻ മുഹമ്മദിനെ ആണ് മർദ്ദനമേറ്റത്. 6 മാസം മുൻപ് സ്കൂളിൽ മറ്റൊരു വിദ്യാർത്ഥിയുമായി ഉണ്ടായ തർക്കത്തിന്റെ പ്രതികാരം തീർത്തതാണെന്ന് ആക്ഷേപമുണ്ട്. അരീക്കോട് മൂർക്കനാട് സുബുലുസ്സലാം ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥി വടക്കുമുറി സ്വദേശി മുബീൻ മുഹമ്മദിനാണ് മർദ്ദനമേറ്റത്. ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ പറയുന്ന വോയിസ് ക്ലിപ്പും പുറത്തിറങ്ങിയിട്ടുണ്ട്. മുബീന്റെ ഇമ്മ ഞാൻ ഇപ്പൊ ഗ്രൗണ്ടിൽ നിന്ന് കളിച്ചു കയറുമ്പോ ഷാദിന്റെ നമ്പർ ഉണ്ടോ ചോദിച്ചാ. അപ്പൊ ഞാൻ പ്രിയനോട് ചോദിച്ചതാ. കായിക ക്യാമ്പ് കഴിഞ്ഞു മടങ്ങവേ സ്കൂളിന് സമീപത്ത് വെച്ചാണ് ആക്രമിച്ചതെന്നും ചോര വന്നത് കാരണം അവർ മടങ്ങിപ്പോയതാണെന്നും പരിക്കേറ്റ വിദ്യാർത്ഥി പറഞ്ഞു. ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഞാനും വേറൊരുത്തനും ഇങ്ങനെ ചെറിയ വാക്തർക്കൊക്കെ ഉണ്ടായിനി. പിന്നെ സ്കൂളുകാർ അന്ന് തന്നെ ഇതാക്കി ഇട്ടതാ. പിന്നെ ഓന് ഞാൻ സ്കൂളിന് സ്പോർട്സിന് ക്യാമ്പയിന് ഇന്നലെ വരുമ്പോ ഓന് കുറച്ച് ചെക്കന്മാര് ഒരു 6 ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അടിച്ചതാ. ആദ്യം വേറെ സ്ഥലത്തേക്ക് വിളിച്ചു. അതിൽ ഞാൻ അങ്ങോട്ടൊന്നും ഇല്ല, ഞാൻ അതിൽ കൂടെ പോലെ പറഞ്ഞു. അപ്പോൾ ആളില്ലാത്ത സ്ഥലത്തെത്തിയപ്പോ കല്ലെടുത്ത് കിട്ടി. പിന്നെ തലമേലുണ്ട്, തലയിലേക്കില്ല, അങ്ങനെയൊക്കെ അടിച്ച് കുറെ ആൾക്കാരൊന്നും അടിച്ചു. ഓല് പിന്നെ ചോരൊക്കെ ഇതായപ്പോ ഓല് തന്നെ മേം പോയി. വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്തരത്തിലുള്ള വൈരാഗ്യം പാടില്ലെന്നും താമരശ്ശേരി സംഭവം പോലെ ഇനിയാർക്കും ഇത്തരത്തിൽ ഒരനുഭവം ഉണ്ടാവാൻ അനുവദിക്കില്ലെന്നും അക്രമികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കുന്നതുവരെ നിയമ പോരാട്ടം നടത്തുമെന്നും ബന്ധുക്കൾ അറിയിച്ചു. ഇത് ഇപ്പം 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് 6 മാസം മുമ്പ് എന്താ ചെറിയൊരു പ്രശ്നം സ്കൂളിൽ ഉണ്ടായതിന്റെ പേരിലാണ് ഇപ്പൊ അതിന്റെ പക വെച്ചായിട്ടാണ് ചെക്കൻ ക്യാമ്പ് കഴിഞ്ഞ് വരുന്ന വെയ്ക്കുന്നവര് വലിച്ചു കൊണ്ടുപോയി അടിക്കണേ. പിന്നെ നമുക്ക് ഇപ്പൊ അതെന്താ അറിയില്ല, അത് താമരശ്ശേരി ഷഹബാസിന്റെ അതേ ആവർത്തനാണ് ഇത് സംഭവിച്ചത്. അവര് കൊല്ലാനുള്ള ഇതിലെന്നേനി, ഒരു ശ്രമത്തിലെന്നേനി. എന്തോ ഒരു ഭാഗ്യത്തിന് അവൻ കഴിച്ചിലായി. അരീക്കോട് പോലീസിൽ പരാതി നൽകിയിട്ടും മൊഴിയെടുക്കാൻ വരാൻ വൈകിയെന്നും മൊഴിയെടുക്കണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്നാണ് പോലീസ് പറഞ്ഞതെന്നും ബന്ധുക്കൾ പറയുന്നു. അതിന്റെ കേസായിട്ട് നിയമ നടപടികൾക്ക് എന്ത് ഇത് വന്നാലും അതിന്റെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിച്ചത്. ഇനി അങ്ങനത്തെ ഒരു ആവർത്തിക്കരുതെന്നില്ല ഒരിതാണ് നമുക്കുള്ളത്. ഇതിങ്ങനെ നമുക്ക് എല്ലാവർക്കും കുട്ടികൾ ഇങ്ങനെ വളർന്നു വരികയല്ലേ, പേടിയാ. നമുക്കിപ്പോൾ കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞേക്കാരൻ്റെ പേടിയാണ് ഇത് കാണുമ്പോൾ. കണ്ണിനും മുഖത്തും തലയ്ക്കും പരിക്കേറ്റ മുബീൻ അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, അരീക്കോട്.